എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയൊരു രാവിലെയിലേക്ക്, പുതിയൊരു വാർത്താ ദിനത്തിലേക്ക്. അപ്പോൾ പതിവ് പോലെ എന്നും പറയുന്നത് പോലെ ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. നമുക്കെല്ലാം വിശദമായി നോക്കണം. ഇന്നത്തെ ഒരു വാർത്താ ദിനത്തിന്റെ സമഗ്ര ചിത്രമാണ് രാവിലെയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം പ്രധാന വാർത്തകളിലൂടെ തുടങ്ങാം. തർക്കങ്ങൾ പരിഹരിച്ച് ബന്ധം സുശക്തമാക്കാൻ ഇന്ത്യയും ചൈനയും. ഈ മാസം അവസാനം പ്രധാനമന്ത്രി ചൈനയിലേക്ക്. ഉഭയകക്ഷി ബന്ധം ദൃഢമാക്കുന്നത് ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും ഗുണം ചെയ്യുമെന്ന് നരേന്ദ്രമോദി. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതിയെ നിശ്ചയിക്കാനും ധാരണ. കേസിൽ അകത്താകുന്ന നേതാക്കളെ മന്ത്രിപദത്തിൽ നിന്ന് പുറത്താക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിൽ. 1 മാസം ജുഡീഷ്യൽ കസ്റ്റഡിയിലായാൽ പുറത്താക്കും. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ബില്ലിന്റെ പരിധിയിൽ. ജമ്മുകശ്മീർ പുനഃസംഘടനാ നിയമ ഭേദഗതി, ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണ ബില്ലുകളും സഭയിലെത്തും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ന് പത്രിക നൽകും. ജയമുറപ്പിച്ച് BJP ക്യാമ്പ്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും ഇന്ന്. സ്ഥാനാർത്ഥി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി പങ്കെടുക്കും. സുദർശൻ റെഡ്ഡിയുടെ പത്രികാ സമർപ്പണം നാളെ. മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള വട്ടിപ്പലിശക്കാരുടെ ഭീഷണി മൂലം എറണാകുളത്ത് ജീവനൊടുക്കിയ വീട്ടമ്മയുടെ സംസ്കാരം ഇന്ന്. മരിച്ചത് കോട്ടുവള്ളി സ്വദേശി ആശ. കടം വാങ്ങിയ 10 ലക്ഷം രൂപ മുതലും പലിശയും ചേർത്ത് കൊടുത്തിട്ടും വീട്ടിൽ കയറി ഭീഷണി തുടർന്നെന്ന് ആത്മഹത്യാക്കുറിപ്പ്. പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ച നാടകമായിരുന്നുവെന്ന് കുടുംബം. യുവ ഡോക്ടർ നൽകിയ പീഡന പരാതിയിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ വിധി ഇന്നുണ്ടാകും. ഇന്നലെ അറസ്റ്റ് തടഞ്ഞത് നിരവധി ചോദ്യങ്ങളോടെ. വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഒരു സുപ്രഭാതത്തിൽ വേടൻ തന്നെ വഞ്ചിച്ചത് മാനസികമായി തകർത്തെന്ന് പരാതിക്കാരി. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ തീരുമെന്ന പ്രതീക്ഷ അകലുന്നു. സമാധാന ശ്രമങ്ങളിൽ അനിശ്ചിതത്വം. മോസ്കോയിലെത്തി പുടിനുമായി ചർച്ചയ്ക്കിരിക്കാൻ സെലൻസ്കി തയ്യാറാകില്ലെന്ന് റിപ്പോർട്ട്. മധ്യസ്ഥ ശ്രമം തുടർന്ന് ഡൊണാൾഡ് ട്രംപ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ബന്ധം സുസജ്ജമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്നലെ പ്രധാനമന്ത്രിയുമായി വാങ്ങി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പ്രധാനപ്പെട്ട എടുത്തു പറഞ്ഞൊരു മറ്റു കാര്യം, വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം അത് കൂടുതൽ ശക്തമാക്കണം. ഏഷ്യ ഒരു 2 രാജ്യങ്ങളും കൂടി ചേർന്ന് ഒരു നല്ല വ്യാപാര പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ തീരുവ 50% തീരുവ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഈ ഒരു തീരുവ ആക്രമണത്തിന് ഒരു മറുപടി എന്നോണമാണ് ഇത്തരത്തിൽ വ്യാപാര ബന്ധം കൂടി സുസജ്ജമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, 2020 നിർത്തിവെച്ചിട്ടുള്ള ഫ്ലൈറ്റ് സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തീർത്ഥാടകർക്ക് ചൈന വിസ അനുവദിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ചൈനയിൽ നിന്നുള്ള പൗരന്മാർക്ക് ഇന്ത്യയിൽ വ്യാപാരത്തിനും അതുപോലെ തന്നെ മറ്റ് ഈ ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കും തീർത്ഥാടനത്തിനും തന്നെ ആരോഗ്യകാര്യങ്ങൾക്കും ഉൾപ്പെടെ വിസ അനുവദിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ, അതുപോലെ മറ്റ് റെയർ എർത്ത് എലമെൻറ്റ്സ്, പിന്നെ മറ്റ് ഈ പാലം തുറക്കുന്നതിനുള്ള മറ്റ് വലിയ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ ചൈന ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമെന്ന് ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മുമ്പ് നിർത്തിവെച്ചിരുന്നതായിരുന്നു. നാഥുറാം പാസ് വഴിയുള്ള വ്യാപാരം അത് പുനഃസ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു. ഇത്തരത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇടയ്ക്കുണ്ടായിരുന്ന ഉപരോധങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ്. മാത്രമല്ല, വടക്കൻ മേഖലയിൽ ഉള്ളതിന് സമാനമായി കിഴക്കൻ മേഖലയിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടെ സൈന്യവുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ തീർക്കാനായിട്ട് പ്രത്യേക സമിതിയെ രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഉൾപ്പെടെ അതിർത്തി നിർണയം കൃത്യമായിട്ട് നടത്തും. ഇരു രാജ്യങ്ങളും അവകാശപ്പെടുന്ന പ്രദേശങ്ങളിൽ അത് കൃത്യമായിട്ടൊരു സമന്വയത്തിലൂടെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിർത്തിയിൽ ഇപ്പോൾ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിച്ച് കഴിഞ്ഞു എന്ന് തന്നെയാണ് അജിത് ഡോവൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതോടുകൂടി ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയൊരു 75 വർഷം നീണ്ടുനിന്ന നയതന്ത്ര ബന്ധത്തിന്റെ പുതിയൊരു തലം അത് ഇന്നലത്തോടുകൂടി തുറന്നു കിട്ടുകയാണ്. ആര്യ, തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ത്യ ചൈന ബന്ധം അത് കൂടുതൽ ഊഷ്മളമാവുകയാണ്, സുശക്തമാവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ, പുടിൻ സെലൻസ്കി ചർച്ച സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു എന്നതാണ്.
സമാധാന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ട ചർച്ച മോസ്കോയിൽ വെച്ചാകാമെന്ന നിർദ്ദേശമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് വെച്ചത്. എതിരാളിയുടെ തട്ടകത്തിൽ ചർച്ചയ്ക്ക് യുക്രൈൻ തയ്യാറാകില്ലെന്ന് ഉറപ്പാണ്. പുടിനുമായി ഫോണിൽ ചർച്ചകൾ തുടരുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിനിടെ നാറ്റോ രാജ്യങ്ങളിലെ സൈനിക നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ, ഒന്ന് പുടിനും ട്രംപുമായി നടന്ന അലാസ്കയിൽ, അതിനുശേഷം വൈറ്റ് ഹൗസിൽ സെലൻസ്കിയും ട്രംപുമായി നടന്ന ചർച്ച. ഈ രണ്ട് ചർച്ചകൾ കഴിയുമ്പോഴും സമാധാനത്തിന്റെ കൊടി വീണ്ടും ഇരു രാജ്യങ്ങൾ യുക്രൈനും റഷ്യയ്ക്കും ഇടയിൽ വീശും എന്നുള്ളൊരു പ്രതീക്ഷ ലോക രാജ്യങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. അതിന് ഒരു പ്രധാനപ്പെട്ട സൂചന എന്ന് പറയുന്നത് പുടിനും സെലൻസ്കിയുമായുള്ള ചർച്ചയ്ക്ക് സെലൻസ്കി ആദ്യഘട്ടത്തിൽ സമ്മതം അറിയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മോസ്കോയിൽ വെച്ച് കാണാം, ചർച്ച നടത്താം എന്ന് പറയുന്ന പുടിന്റെ നിർദ്ദേശമാണോ സെലൻസ്കിയെ വീണ്ടും പിന്നോട്ടടിപ്പിച്ചത്? അപ്പോൾ വീണ്ടും സമാധാനം അകലെയാകുന്നു എന്ന സാഹചര്യം വന്നു ചേർന്നിരിക്കുകയാണോ? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു പുടിൻ ട്രംപ് ചർച്ചയും, ഒപ്പം തന്നെ സെലൻസ്കിയും ട്രംപുമായിട്ടുള്ള ചർച്ചകളും ഒക്കെ വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. കാരണം ഈ 2.5 വർഷമായി ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്ന ഈ യുദ്ധത്തിന് ഒരു വിലാപമാകുന്നു എന്നൊക്കെ പ്രതീക്ഷകൾ ഉണ്ടായതായിരുന്നു. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ ഒരു തിരിച്ചടി സംഭവിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു ചർച്ച, അതായത് നേരത്തെ തന്നെ അലാസ്കയിൽ നടത്തിയ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇനി അടുത്ത ഘട്ട ചർച്ച മോസ്കോയിൽ വെച്ച് നടക്കട്ടെ എന്നുള്ള ഒരു രീതിയിലുള്ള പരാമർശം ആ യോഗത്തിന് ശേഷം പുടിൻ മുന്നോട്ട് വെച്ചിരുന്നു. അത് പക്ഷേ ഒരു സമ്മതം മൂളിയില്ല, ട്രംപ് സമ്മതം ഒരു മൂളിയില്ല എന്ന് മാത്രമേ പറയുള്ളൂ. എങ്കിൽ പോലും തന്നെ അവിടെ വെച്ച് തന്നെ രണ്ടാം ഘട്ട ചർച്ച നടക്കണമെന്നുള്ളൊരു വാശിയിൽ പുടിൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. പക്ഷേ തങ്ങളുടെ രാജ്യം തകർത്ത, അല്ലെങ്കിൽ കഴിഞ്ഞ 2.5 വർഷമായി വളരെ വലിയ രീതിയിൽ ആക്രമണവുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് വെച്ച് അവരുടെ തലസ്ഥാനത്ത് വെച്ച് ഇത്തരത്തിലൊരു യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാടിലേക്ക് വ്ളാഡിമിർ സെലൻസ്കി എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഈ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ വിലങ്ങുതടിയായി മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മധ്യസ്ഥ ചർച്ച നടക്കുമ്പോൾ മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ച് നടത്തണമെന്നുള്ളൊരു നിർദ്ദേശമാണ് സെലൻസ്കി മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥലം അമേരിക്കൻ പ്രസിഡന്റ് തന്നെ റഷ്യൻ പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഹംഗറിയിലെ ഹംഗറി തലസ്ഥാനമായിട്ടുള്ള ബുഡാപെസ്റ്റിൽ വെച്ച് ഈ ചർച്ചകൾ നടത്താം, അതായത് രണ്ടാം ഘട്ട ചർച്ചകൾ നടത്താം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അത് റഷ്യൻ പ്രതിനിധികൾ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അത് അംഗീകരിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഈ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നടക്കമുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങൾ കൂടി അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ല, എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പുടിൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം ഇനിയുള്ള ആഴ്ചകൾ വളരെ നിർണായകമാണ്. ഈ ആഴ്ചകളിൽ ഈ സമാധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ വ്ളാഡിമിർ പുടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നുള്ളതായിരുന്നു ട്രംപ് ഒരു ഭീഷണി സ്വരത്തിൽ വീണ്ടും പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം അലാസ്കയിൽ വെച്ച കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും പരസ്പരം ഷെയ്ക്ക് ഹാൻഡൊക്കെ നൽകി വളരെ സന്തോഷത്തോടു കൂടി പിരിയുകയും ചെയ്തതായിരുന്നു. അലാസ്കയിൽ നടന്ന ആ ഉച്ചകോടി ആ സമാധാനം അകലെയല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നുവെങ്കിൽ, പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. അതിന് നാറ്റോ രാജ്യങ്ങളെയും ഒപ്പം തന്നെ യുക്രൈനെയും പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ റഷ്യൻ പ്രതിനിധികൾ അമേരിക്കയ്ക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചയിലും യൂറോപ്യൻ രാഷ്ട്ര നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നാറ്റോ രാജ്യങ്ങളിലെ സൈനിക നേതാക്കൾ ഇന്ന് വീണ്ടും ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ അത് എങ്ങനെ ഉണ്ടാകും, എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത്. ആര്യ, ഈ സൈനിക തലത്തിലുള്ള നേതാക്കളുടെ ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റുമായി ട്രംപ് നടത്തിയ ആ ഒരു ചർച്ചയിൽ ഈ യുക്രൈൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉറപ്പ് നൽകിയിരുന്നു. അത് അമേരിക്കയും ഒപ്പം തന്നെ നാറ്റോ രാജ്യങ്ങളും ഉൾപ്പെടെ അത് ഒരു ഉറപ്പ് പാലിക്കുമെന്നുള്ള കാര്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അത് ഏത് തരത്തിലാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് സൈനിക തലത്തിലുള്ള യോഗം ചേരുന്നത് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ സഹായങ്ങൾ
നൽകുക. ഒപ്പം തന്നെ നിലവിൽ പല പ്രദേശങ്ങളിലും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ പലയിടങ്ങളിലും ഏകദേശം 20% സ്ഥലങ്ങൾ ഇപ്പോഴും റഷ്യയുടെ അധീനതയിലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഏത് തരത്തിൽ കൈക്കൊള്ളുമെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മറ്റ് കാര്യങ്ങൾ അത് ഈ സൈനിക തലത്തിലുള്ള ചർച്ചയിൽ ആ കാര്യങ്ങളൊന്നും തന്നെ വിഷയമാകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും നാറ്റോ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇനി വരേണ്ടതായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അവരുടെ പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അവർ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ ത്രികക്ഷി കൂടിക്കാഴ്ച നടക്കുമ്പോൾ തങ്ങളെയും അതിൻ്റെ ഭാഗമാക്കുക, ഈ മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുത്ത പോലെ തന്നെ അതിൻ്റെ ഭാഗമാക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഈ രാജ്യങ്ങളിലെ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു പശക്കുടി ഇതുവരെയും അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം യുക്രൈൻ പ്രസിഡന്റും ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ ത്രികക്ഷി സമ്മേളനം നടത്തുക എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിലൊക്കെയുള്ള ഒരു സാധ്യത ഇപ്പോൾ വളരെ വിരളമാകുന്നു എന്ന് തന്നെ നമുക്ക് വേണം ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ട്രംപ് ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും? ഈ നാറ്റോ രാജ്യങ്ങളെയും ഒപ്പം തന്നെ യുക്രൈൻ പ്രസിഡന്റിനെയും ഏത് തരത്തിൽ ഇതിൽ അനുനയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കരുതുന്ന പോലെ തന്നെ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ തന്നെ വെച്ച് ഈ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു ഉച്ചകോടി നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ റഷ്യൻ പ്രതിനിധികളെയും ഒപ്പം തന്നെ യുക്രൈൻ പ്രതിനിധികളെയും അമേരിക്ക ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അറിയേണ്ടിയിരിക്കുന്നത് വ്ളാഡിമിർ പുടിൻ ഇതിന് അംഗീകരിക്കുമോ, അതോടൊപ്പം തന്നെ അതല്ല ഇത് അംഗീകരിച്ചില്ല എങ്കിൽ വ്ളാഡിമിർ സെലൻസ്കി ഇതുമായി ബന്ധപ്പെട്ട് മോസ്കോയിലേക്ക് ചർച്ച പങ്കെടുക്കാനായി പോകുമോ അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും 3 വർഷമായി തുടരുന്ന യുദ്ധമാണ്, അതിനൊരു പരിസമാപ്തി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പ്രധാനമായും ഈ നിർണായകമായ അലാസ്ക ചർച്ചയ്ക്ക് ശേഷവും വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷവും ലോകരാജ്യങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയിൽ നിന്ന് വീണ്ടും അകലുകയാണ് എന്നതാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇനി അന്തർദേശീയ വാർത്തകളിൽ നിന്ന് ദേശീയ വാർത്തയിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട ഒരു ബില്ല് ഇന്ന് പാർലമെന്റിൽ എത്തുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞൊരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ വോട്ട് കണക്കുകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും സജീവമായിരിക്കുകയാണ്. YSR കോൺഗ്രസ് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചു. BRS ഇന്ന് നിലപാട് പറയും. കണക്കിലെ കളിയിൽ NDAയ്ക്കാണ് വിജയമെന്നത് ഉറപ്പെങ്കിലും ചില വോട്ടുകളെങ്കിലും അടർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പ്രതിപക്ഷത്തിനുള്ളത്. വോട്ട് കവർച്ച ഉൾപ്പെടെ വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ മുൾമുനയിൽ നിർത്താനുള്ള തുടർ നീക്കമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇരു മുന്നണികളും ദക്ഷിണേന്ത്യയിൽ നിന്നാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയതെന്നതും ശ്രദ്ധേയമാണ്. NDAയുടെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയാണ് സുദർശൻ റെഡ്ഡി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതോടൊപ്പം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 സുപ്രധാനപ്പെട്ട ബില്ലുകൾ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ, കേന്ദ്ര ഭരണപ്രദേശ ഭരണ ഭേദഗതി ബിൽ, ജമ്മു കശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ എന്നിവയാണ് ഇന്ന് സഭയിലെത്തുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ല് അവതരിപ്പിക്കും. ഭരണഘടനാ ഭേദഗതിയിൽ സുപ്രധാന നിർദ്ദേശങ്ങളാണ് ഉള്ളത്. 1 മാസം ജുഡീഷ്യൽ കസ്റ്റഡിയിലായാൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന നിർദ്ദേശങ്ങളാണ് ഭേദഗതിയായി വരിക. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. മിഥുൻ, ഇതിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ബില്ലായി നമ്മൾ കണക്കാക്കേണ്ട ഒന്ന് എന്ന് പറയുന്നത് ഈ 5 വർഷത്തോളം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാവുകയാണെന്നുണ്ടെങ്കിൽ, 30 ദിവസത്തിലകം അധികം കസ്റ്റഡിയിലാവുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മറ്റു മന്ത്രിമാരായിക്കോട്ടെ അവരുടെ പദവി തെറിപ്പിക്കുന്ന തരത്തിൽ അത് സാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലിലേക്ക് എത്തുകയാണ്. പക്ഷേ അവിടെയും ചില ഭേദഗതികൾ അതിലുണ്ട്. എങ്ങനെയാണ് വിശദാംശം?
അതെ, തീർച്ചയായും. അതായത് നിർണായക ഭരണഘടനാ ഭേദഗതി ബില്ല് തന്നെയാണെന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ബില്ല് അവതരിപ്പിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ഏതെങ്കിലും തരത്തിൽ 5 വർഷത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിൽ ഏർപ്പെട്ടാൽ അതിനുശേഷം കസ്റ്റഡിയിലായാൽ 30 ദിവസം തോളമാകുമ്പോൾ അതിപ്പോൾ സംസ്ഥാനത്തെ ഏതെങ്കിലും മന്ത്രിമാരാണ് എങ്കിൽ മന്ത്രിമാരെ പുറത്താക്കണം എന്നുള്ള ശുപാർശ മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകണം. ഗവർണർ 31-ാം ദിവസം തന്നെ ഈ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ഭേദഗതി ബില്ലിൽ പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ 30 ദിവസം കഴിഞ്ഞിട്ടും ഇവർ രാജിവെച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഇവർ സ്വാഭാവികമായും വിരമിക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യും, ഇവരുടെ മന്ത്രിസ്ഥാനം പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ ഭേദഗതി ബില്ലിലൂടെ മുന്നോട്ട് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, അടുത്തിടെ ഡൽഹി മുൻ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഈ അഴിമതി കേസിൽ ജയിലിൽ പോയതിനു ശേഷം ഏകദേശം 70 ദിവസത്തിലധികം അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ അദ്ദേഹം തയ്യാറായില്ലായിരുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. പല സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ തന്നെ മന്ത്രിമാരടക്കം ജയിലിൽ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അടുത്തിടെ തമിഴ്നാട്ടിൽ പോലും മന്ത്രിമാർ ഇതേ രീതിയിൽ ജയിലിൽ കഴിയുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. പക്ഷേ ആ കാലയളവിൽ ഒന്നും തന്നെ ഇവർ മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. മന്ത്രി സ്ഥാനത്ത് തുടർന്നുകൊണ്ട് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട്, ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു നടപടി വരികയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു ചില പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ മന്ത്രിമാർക്ക് ശുപാർശ ചെയ്യേണ്ടത്, അതായത് ഗവർണർമാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നുള്ള ലക്ഷ്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രധാനമന്ത്രിക്ക് ഈ തരത്തിൽ കുറ്റത്തിലേർപ്പെട്ട 30 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വരുമ്പോൾ അതിനുശേഷം 31-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ തന്നെ സ്വാഭാവികമായും പ്രധാനമന്ത്രി സ്ഥാനം അസാധുവാവുകയും ഒപ്പം തന്നെ അതിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വരികയും ചെയ്യും. പക്ഷേ ഈ ജയിൽ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയാൽ ഈ സ്ഥാനത്തേക്ക് തിരികെ എത്താമെന്നുള്ള ഒരു കാര്യം കൂടി ഈ ഭേദഗതി ബില്ലിൽ പറയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് കൃത്യമായ ഒരു വിശദാംശം അല്ലെങ്കിൽ വിശദീകരണം ഇന്നത്തെ ബില്ല് അവതരിപ്പിക്കുന്നത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ സ്ഥാനത്ത് എത്താൻ മറ്റ് തടസ്സങ്ങൾ ഉള്ളതായ ഈ ബില്ലിൽ പറയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്തരക്കാർ, അതായത് ജനങ്ങൾക്ക് മാതൃകയാക്കേണ്ട ജനപ്രതിനിധികൾ ഏതെങ്കിലും തരത്തിൽ കുറ്റത്തിലേർപ്പെട്ടാൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കും. അവർ ഒരു തരത്തിലും ഈ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അവർക്ക് ഒരു തരത്തിലുമുള്ള പ്രിവിലേജുകൾ ലഭിക്കില്ല എന്ന തരത്തിൽ ഉള്ള വിശദീകരണമായിരിക്കും സ്വാഭാവികമായും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ മന്ത്രി അറസ്റ്റിലാകുന്നത് ഭരണഘടനാ ധാർമ്മികതയെ ദുർബലപ്പെടുത്തുമെന്നാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നൽകുന്ന മറ്റൊരു വിശദീകരണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിന്റെ സുപ്രധാനമായിട്ടുള്ള മറ്റ് ഏതൊക്കെ ഭേദഗതികളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ബില്ല് അവതരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭ്യമാകുക. എന്തായാലും ഉച്ചയോടുകൂടി ഈ ഒരു ബില്ല് സഭയ്ക്ക് മുന്നിലേക്ക് വരുമെന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ആര്യ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് SIR വിഷയത്തിലും ഒപ്പം തന്നെ വോട്ട് ചോരി വിഷയത്തിലുമൊക്കെ പാർലമെന്റിലെ ഇരു സഭകളിലും പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി കഴിഞ്ഞ ഈ ഒരു പാർലമെന്റ് സെഷൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കാഴ്ചവെക്കുന്നത്. ഒരു തരത്തിലും പാർലമെന്റ് സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു പശ്ചാത്തലമാണ്. അതേസമയം ഇത്രയും വലിയ നിർണായക ബില്ല് വരുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ അത് വളരെ ഈസിയായി അവർക്ക് പാസ്സാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ പ്രതിപക്ഷം പാർലമെന്റിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ പാർലമെന്റ് ബഹിഷ്കരിക്കുന്ന നടപടികൾ കഴിഞ്ഞ ദിവസം ഉണ്ടാകുന്ന പോലെ തന്നെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ബില്ലിന് പുറമെ മറ്റ് 2 ബില്ലുകൾ കൂടി വരുന്നുണ്ട്. മറ്റൊരു ബില്ല് കൂടി ഇന്ന് പാർലമെന്റിലേക്ക് വരുമെന്നൊക്കെ പറയുന്നു. അതായത് ഗെയിമിംഗ് ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ബില്ല്, അതിന്റെ അമെൻമെന്റ് ബില്ല് അടക്കം ഇന്ന് പാർലമെന്റിന്റെ മുന്നിലേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 4 ബില്ലുകളായിരിക്കും ഇന്ന് പാർലമെന്റിന് മുന്നിലേക്ക് വരിക. നാളെയാണ് ഈ ഒരു പാർലമെന്റ് സെഷൻ അവസാനിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ സുപ്രധാനമായിട്ടുള്ള ബില്ലുകളെല്ലാം തന്നെ പാസ്സാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ഇക്കാര്യത്തിലൊക്കെ എന്ത് നിലപാടായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കാൻ പോകുക? അതോ ഈ ബില്ലിനെ എതിർക്കാൻ തന്നെയാണോ? സ്വാഭാവികമായും എതിർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും വിയോജിപ്പ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടിയിരിക്കുന്നത്. MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും വർഷകാല സമ്മേളനത്തിന്റെ അവസാന മണിക്കൂറുകളിൽ നിർണായകമായ ബില്ലുകളാണ് ഇന്ന് പാർലമെന്റിൽ എത്തുക. അതിലേറ്റവും പ്രധാനം ഈ അകത്താകുന്ന മന്ത്രിമാരെ പുറത്താക്കാനുള്ള നിർണായകമായ ഭേദഗതി
ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അവിടെ ചില ഇളവുകൾ വരുന്നുണ്ട്. അതായത് 30 ദിവസത്തിലകം കൂടുതൽ 30 ദിവസത്തിൽ കൂടുതൽ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ ഭേദഗതി ഈ ബില്ലിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷം അവർ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ആ പദവിയിലേക്ക് എത്താൻ കഴിയും എന്നതുകൂടി അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അത് കൂടുതൽ വിശദമാക്കുന്നത് ഇന്ന് പാർലമെന്റിലായിരിക്കും. അപ്പോൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കണ്ടറിയാം. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടന്നാൽ, വട്ടിപ്പലിശക്കാരുടെ ഭീഷണി മൂലം എറണാകുളം പറവൂരിൽ വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കിയെന്ന വാർത്ത ഇന്നലെ നമ്മൾ ഏറെ ഞെട്ടലോടെ കേട്ടതാണ്. കോട്ടുവള്ളി സ്വദേശി ആശയാണ് മരിച്ചത്. മരണത്തിന് കാരണം വീട് കയറിയുള്ള ഭീഷണിയെന്ന ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെടുത്തു. പണം പലിശയ്ക്ക് നൽകിയ മുൻ പോലീസ് ഉദ്യോഗസ്ഥരെതിരെയാണ് ആരോപണം. 2022 പല തവണയായി വാങ്ങിയ 10 ലക്ഷം രൂപ മുതലും പലിശയും ചേർത്ത് നൽകിയിട്ടും ഭീഷണി തുടർന്നുവെന്നും കത്തിൽ പരാമർശമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയെന്ന് കുടുംബാംഗങ്ങളും ആരോപിച്ചു. പ്രതികരണത്തിലേക്ക്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ തന്നെ ഒന്ന് സൂയിസൈഡ് ചെയ്യാനായിട്ട് കൈ മുറിച്ചിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം സ്റ്റേഷനിൽ വെച്ചിട്ടും ഇവർ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളും ചെയ്ത് അത് കഴിഞ്ഞ് ഇന്നലെ രാത്രി വന്നിട്ട് ഇതുപോലെ തന്നെ 18-ാം തീയതി രാത്രി വന്നിട്ട് ഇതുപോലെ തന്നെ വീട്ടിൽ വന്ന് കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ മക്കളുടെ കരിയർ നശിപ്പിച്ച് കളയും, അവരെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ അപകടപ്പെടുത്തും, അങ്ങനെയൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് ടോർച്ചർ ചെയ്തു. അപ്പോൾ ആ ഒരു ടോർച്ചറും മെൻ്റലി ഭയങ്കര ഡിപ്രഷൻ കാര്യങ്ങളിലോട്ടൊക്കെയാണ് അന്ന് പോയച്ചത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നും കോടതി ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചതെന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പോയത് തന്നെ മാനസികമായി തകർത്തെന്നും പരാതിക്കാരി വാദിച്ചു. മറ്റൊരു കാര്യം പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ഈ ചേർത്തലയിലെ സെബാസ്റ്റ്യന്റെ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച്. അത് ജയനമ്മ തിരോധാനമായിക്കോട്ടെ, ബിന്ദു പത്മനാഭന്റെ തിരോധാനമായിക്കോട്ടെ, അങ്ങനെ 4 യുവതികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ നിർണായകമായ പല വിവരങ്ങളും പുതിയ അപ്ഡേറ്റ്സുകളും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ചേർത്തല ജയനമ്മ കൊലക്കേസിലെ സുപ്രധാന വിവരങ്ങൾ ന്യൂസ് 18 ഇന്ന് പുറത്തുവിടുന്നുണ്ട്. കൊലപാതകം നടന്നത് 2024 ഡിസംബർ 23 വൈകിട്ട് 3 മണിക്ക് മുമ്പാണ് എന്നതാണ്. കൊലപാതകത്തിന് ശേഷം സെബാസ്റ്റ്യൻ എന്ത് ചെയ്തു, ഒപ്പമുണ്ടായിരുന്നയാൾ എല്ലാം തുറന്നു പറയുകയായിരുന്നു. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവായി ഈ വാർത്ത രാവിലെ 10 മണിക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കുക, ന്യൂസ് 18നോടൊപ്പം തുടരുക. അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം നമ്മൾ നോക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. വീണ്ടും രാവിലെയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യയിലും ഒക്കെ അതിശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഈ മഴക്കെടുതിയിൽ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 6 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മുംബൈ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് തുടരുകയാണ്. അതിനിടെ സാങ്കേതിക തകരാർ കാരണം നിന്നുപോയ മോണോ റെയിലിൽ നിന്ന് 750 യാത്രക്കാരെ കഴിഞ്ഞ ദിവസം രാത്രി രക്ഷിക്കുകയും ചെയ്തിരുന്നു. സഞ്ചാരത്തിനിടെ ഉയരപ്പാതയിലാണ് വൈദ്യുതി വിതരണം തകരാറിലായി ട്രെയിൻ കുടുങ്ങിപ്പോയത്. ഇന്ന് നഗരത്തിൽ ഓറഞ്ച് അലേർട്ടാണ്. അതേസമയം മഹാരാഷ്ട്രയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴ ശക്തമായി തുടരുകയാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജയ്, കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ടതാണ് എത്രത്തോളം രൂക്ഷമായ സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ, മുംബൈ നഗരത്തിൽ, പൂനെയിലും ഒക്കെ ഉള്ളത് എന്നുള്ളത്. ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത ഇന്നലെ രാത്രിയിൽ വന്നത് ഈ മോണോ റെയിലിന്റെ ഗതാഗതം ആകാശപാതയിൽ വെച്ച് നിന്നു പോയതാണ്. 750ഓളം യാത്രക്കാരെ പിന്നീട് ക്രെയിൻ വെച്ചാണ് രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. 24 മണിക്കൂറിനിടെ മാത്രം 6 മരണം സ്ഥിരീകരിക്കുന്ന അതിരൂക്ഷമായ സാഹചര്യം. നിലവിലത്തെ കാലാവസ്ഥ എങ്ങനെയാണ്?
നിലവിൽ മുംബൈയിൽ മഴ കുറവുണ്ട് എന്നത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നിലവിൽ മുംബൈ നഗരത്തിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുംബൈ മാത്രമല്ല, സമീപ പ്രദേശങ്ങളായിട്ടുള്ള പൂനെ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. താനെ, പിന്നെ പൽഘർ, രത്നഗിരി, പിന്നെ ഷിൻഡുദുർഗ് തുടങ്ങിയിട്ടുള്ള ജില്ലകൾ, ഇവിടങ്ങളിലും പിന്നെ ഇപ്പോൾ നിലവിൽ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ആക്കിയിട്ടുണ്ട്. മുംബൈ മേഖലയിൽ സ്കൂളുകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കും. അതുപോലെ ബൃഹൻ മുംബൈ ഉൾപ്പെടെ ഇന്നലെ വെള്ളക്കെട്ട് വളരെ രൂക്ഷമായി ബാധിച്ചിരുന്ന മേഖലകളിലെല്ലാം ഇപ്പോൾ നിലവിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ മുംബൈയിൽ വെച്ച് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും വിവിധ സർവകലാശാലകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോഴും നഗരത്തിൽ പല സ്ഥലങ്ങളിലായി വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗം ചേർന്നിരുന്നു. ഈ അവലോകന യോഗത്തിൽ മുംബൈയിൽ മാത്രം 500ഓളം പമ്പ് സെറ്റുകൾ വിന്യസിച്ച് ഈ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ള മേഖലയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയാനായിട്ടുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. 5 ജില്ലകളിൽ നിന്ന് ഏതാണ്ട് 1500ഓളം പേരെയാണ് വിവിധ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. താനെ നദിയിലുള്ള വെള്ളം അപകടകരമായിട്ടുള്ള രീതിയിൽ ഉയർന്നതിനെ തുടർന്ന് 400ഓളം പേരെ ഈ നദിയുടെ തീരത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മുംബൈയുടെ സമീപ പ്രദേശമായിട്ടുള്ള നാന്ദത് ജില്ലയിൽ നിന്ന് അവിടെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ നിന്ന് ഏതാണ്ട് 5 പേരെ കാണാതായിട്ടുണ്ട്. ഇവരെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുംബൈയിൽ ഒരു മിന്നൽ പ്രളയമാണ് ചൊവ്വാഴ്ച ഉണ്ടായത്. അത് കാരണമാണ് വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾ കൊണ്ട് ഒരുപാട് അധികം വെള്ളം ഇത്രയധികം ഉയരാൻ കാരണമെന്നാണ് ഇന്നലെ ഉൾപ്പെടെ ചേർന്ന അവലോകന യോഗത്തിൽ പറയുകയുണ്ടായിരുന്നത്. ഇന്നലെ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ മോണോറെയിൽ കുടുങ്ങുന്നത് ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നയിച്ചിരുന്നു. ഇന്നലെ രാവിലെ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ്, മുംബൈയിലുള്ള നിരവധി ലോക്കൽ ട്രെയിൻ സർവീസുകൾ മുടങ്ങുന്ന അല്ലെങ്കിൽ അത് ലേറ്റാകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇത് കാരണം കൂടുതൽ ജനങ്ങൾ ആശ്രയിച്ചത് മോണോറെയിൽ സർവീസിനെയായിരുന്നു. ഇത് കാരണം മോണോറെയിലുകളിൽ തിരക്ക് അനിയന്ത്രിതമായി ഉയരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇത്തരത്തിലാണ് 2 ട്രെയിൻ 2 മേഖലകളിലായിട്ട് കുടുങ്ങുന്ന അവസ്ഥയുണ്ടായത്. മൈസൂർ കോളനിയും പിന്നെ അതുപോലെ തന്നെ ഭക്തി പാർക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മോണോറെയിൽ കുടുങ്ങിയിരുന്നു. അതുപോലെ തന്നെ ആചാര്യ ആത്രയെ പിന്നെ വണ്ടാല മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലത്തെ ഒരു മോണോറെയിൽ കുടുങ്ങി. 2 ട്രെയിനുകളിലും കൂടെ ആകെ 750ഓളം യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുടുങ്ങിയതിന് ശേഷം ഈ ട്രെയിൻ ഇവിടെ കുടുങ്ങി പിന്നെ നഗരത്തിൽ ഏറെ നേരം വൈദ്യുതി മുടങ്ങുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ വൈദ്യുതി മുടക്കം കാരണം ട്രെയിനിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും AC പ്രവർത്തിക്കാതാവുകയും വാതിലുകൾ തുറക്കാനാകാത്ത അവസ്ഥയുണ്ടാകുകയും ചെയ്തു. ഇവിടെ ഒരു ട്രെയിൻ ഒരു വല്ലാതെ സൈഡിലേക്ക് ചരിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. യാത്രക്കാരെല്ലാം വളരെയധികം പരിഭ്രാന്തരായിരുന്നു. എന്നാൽ അഗ്നിരക്ഷാസേനയുടെ ഉൾപ്പെടെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് ഇത്രയധികം പേരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ സാധിച്ചത്. നിരവധി യാത്രക്കാർ ഈ അഗ്നിരക്ഷാസേന വാതിൽ തുറക്കുമ്പോൾ തന്നെ പരിഭ്രാന്തരായി താഴേക്ക് ചാടി രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗങ്ങൾ അവർ താഴേക്ക് ചാടി രക്ഷപ്പെടാനും ശ്രമിച്ചിരുന്നു. ഇവരെ തടയാനും ഒരുപാട് പണിപ്പെട്ടിരുന്നു അഗ്നിരക്ഷാസേന അംഗങ്ങൾ. അതുപോലെ തന്നെ സംസ്ഥാനത്ത് മൊത്തം നിലവിൽ 18 NDRF സേനയെ വിന്യസിച്ചിട്ടുണ്ട്. 6ഓളം SDRF സേനയും മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. മുംബൈ നഗരത്തിൽ മാത്രം 5 NDRF സേനയാണ് വിന്യസിച്ചിട്ടുള്ളതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിരവധി ഹെക്ടർ കൃഷിഭൂമിയും ഈ മഴ കാരണം നശിച്ചിട്ടുണ്ട്. ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട പ്രത്യേക ന്യൂനമർദ്ദം കാരണമാണ് ഈ മഴ ഇത്രയധികം ശക്തിപ്പെടാൻ കാരണം. നാളെ കൂടി മഴ തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂർ നിർണായകമാണ്. നിലവിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇത് കൂടാനും സാധ്യതയുണ്ടായിരിക്കും. തീർച്ചയായും അതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ കാലാവസ്ഥയുടെ നിലവിലത്തെ ഒരു സാഹചര്യം. സമഗ്ര ചിത്രമാണ് അജയ് സുധാ ബിജു പങ്കുവച്ചത്. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ, ഇന്നലെ മലയാളി സിനിമാ പ്രേമികളെ, ആരാധകരെ, മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഒരേപോലെ സന്തോഷിക്കുന്ന ഒരു വലിയ വാർത്ത നമ്മളെ തേടിയെത്തിയിരുന്നു. ന്യൂസ് 18 കേരളമാണ് പ്രേക്ഷകരിലേക്ക് ആദ്യം ആ വാർത്ത എത്തിച്ചത്. ആരോഗ്യവാനായുള്ള മെഗാസ്റ്റാർ മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ അതിനുശേഷം വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ് സൈബർ ഇടത്തിലൊക്കെ. ഏത് സിനിമാ ലൊക്കേഷനിലേക്കാണ് ആദ്യം എത്തുക, ഏതൊക്കെ സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി ഇനി വരാൻ പോകുന്നത്, ഏതൊക്കെ ലുക്കിൽ വരും, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ചെയ്യും എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ഒരുപോലെ ആഘോഷിക്കുകയാണ് മലയാള സിനിമാ രംഗവും പ്രേക്ഷക സമൂഹവും. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മമ്മൂട്ടി തിരിച്ചെത്തിയാൽ ആദ്യം ഏത് സിനിമയുടെ സെറ്റിലാകും ജോയിൻ ചെയ്യുക എന്നതാണ് ഏറെ ആകാംക്ഷ, വലിയ ചർച്ച.
കളങ്കാവൽ ഉൾപ്പെടെ പുറത്തു വരാനുള്ള മെഗാസ്റ്റാർ ചിത്രങ്ങളെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതും. MS ഹരികൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹരികൃഷ്ണനോട് ചോദിക്കാം, ഇനി ഏതൊക്കെ സിനിമകളാണ് വരാനുള്ളത്, ഏത് ലൊക്കേഷനിലായിരിക്കും ആദ്യം മമ്മൂക്ക എത്താൻ പോകുന്നത് എന്നുള്ളത്. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത ഇന്നലെ ന്യൂസ് 18 ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയുണ്ടായി. അപ്പോൾ ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണ് ഇനി മമ്മൂക്ക ആദ്യമായി എത്താൻ പോകുന്നത്? സെപ്റ്റംബർ 7-നാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേക്കായിരിക്കും എത്താൻ പോകുന്നത് എന്നുള്ള ചില ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മമ്മൂട്ടി കഴിഞ്ഞ 7 മാസത്തോളമായിട്ട് സിനിമാ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. മമ്മൂട്ടിയുടെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയധികം ഒരു വലിയൊരു ഇടവേള മമ്മൂട്ടിക്ക് ഉണ്ടായിട്ടില്ല. ആദ്യം ഏത് ചിത്രം അത് തന്നെയാണ് ഇവരും കഴിഞ്ഞ ദിവസം ആ ഒരു ആൻഡ്രൂ ജോസഫിന്റെ പോസ്റ്റിന് ശേഷം ഇവർ ഉറ്റുനോക്കിയത് മഹേഷ് നാരായണൻ ചിത്രമായ പേട്രിയോട്ട്. അതിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ ഉൾപ്പെടെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ആ ചിത്രത്തിന് ഒരു ബ്രേക്ക് വരേണ്ടി വന്നത്. മമ്മൂട്ടിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ബ്രേക്ക് വരേണ്ടി വന്നത്. ഉടനടി തന്നെ ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്നുള്ളതാണ്. ആൻഡ്രൂ ജോസഫ് തന്നെയാണ് ആ ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാല്, ഷാഫി, അങ്ങനെ നയൻതാര വലിയ താരനിരയാണ്. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു ചിത്രമായിട്ടാണ് പേട്രിയോട്ട് വരുന്നത്. അതിന്റെ ഷൂട്ടിംഗുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടി ഉടൻ തന്നെ ജോയിൻ ചെയ്യും. അത് നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫാണ്. സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ്. ഈ ചിത്രത്തിലായിരിക്കും മമ്മൂട്ടി ഉടനടി ഷൂട്ട് ചെയ്യുന്നത്. അതിൽ ചില പോർഷൻസ് മമ്മൂട്ടിയുടെ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായിരിക്കും നമുക്ക് ആദ്യം ജോയിൻ ചെയ്തത്. രണ്ടാമത് അതിന് ശേഷം നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത ചിത്രമായിരിക്കും. ആ ചിത്രത്തിന്റെ ടൈപ്പ് ഒന്നും പുറത്തു വരില്ല. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുമില്ല. ഈ സെറ്റിൽ കഴിഞ്ഞിട്ട് ഉടനെ പോകുന്നത് ആ സെറ്റിലായിരിക്കും. അത് സാലിമി എന്ന സിനിമ, ദേശീയ ദിവസത്തെ നായകനായ സാലിമി എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് നിതീഷ് സഹദേവ്. നിതീഷ് സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രത്തിലായിരിക്കും മമ്മൂക്ക ഈ പേട്രിയോട്ടിന്റെ ഷൂട്ടിംഗ് ശേഷം പോകുന്നത്. അതായത് തുടർച്ചയായി ഇനി മമ്മൂക്ക സിനിമാ മേഖലയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ആദ്യം. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം എത്രയോ നാളായിട്ട് ഇങ്ങനെ ഒരുപാട് ആശങ്കയാണ്. ഇവരാരും നമ്മൾ മലയാളികളാരും ഇങ്ങനെ FB പോസ്റ്റിലൂടെ എന്താണ് സംഭവിച്ചത് തിരക്കില്ലെങ്കിൽ പോലും ഇന്ന് ആൻഡ്രൂ ജോസഫിന് ആ പോസ്റ്റ് വന്നതിന് ശേഷമുള്ള ഫേസ്ബുക്ക് തുറന്ന മമ്മൂട്ടിയാണ്. നമ്മൾ സാധാരണ മമ്മൂട്ടി ഒരു ചിത്രം പങ്കുവയ്ക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയ കത്താറുണ്ട്. സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ മെസ്സേജ് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കത്താറുണ്ട്. അങ്ങനെയായിരുന്നു മമ്മൂക്ക തിരിച്ചു വരുന്നു എന്നുള്ള ആൻഡ്രൂ ജോസഫിന്റെ വാക്കുകൾക്ക് മലയാളികൾ പ്രതികരിച്ചത്. അതായത് മോഹൻലാൽ ഇട്ട പോസ്റ്റ്, മോഹൻലാലിന്റെ FBയിൽ തന്നെ ഏറ്റവും അധികം ലൈക്ക് വാങ്ങിക്കൂട്ടിയ ഒരു പോസ്റ്റുകൾ ഒന്നായിട്ടത് മാറുകയും ചെയ്തു. മോഹൻലാലിന്റെ പോസ്റ്റുകൾ ആകെ ഇമോജി മാത്രമേ ഉള്ളൂ. അല്ലാതെ മമ്മൂട്ടിയുടെ കവളിൽ ഉമ്മ വയ്ക്കുന്ന ഒരു ചിത്രമായിട്ടാണ് മോഹൻലാൽ എത്തിയത്. അത് ഒരു വലിയ തരംഗമായി മാറി. അതിനുശേഷം രാഷ്ട്രീയ, സാമൂഹിക, കലാകായിക മേഖലയിൽ എല്ലാവരും മമ്മൂട്ടിയെ ഇതുപോലെ തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട് തിരിച്ചുവരവിനെ സ്വീകരിച്ചുകൊണ്ട് രംഗത്തെത്തി. വെൽക്കം ബാക്ക് ചീഫ് എന്ന് പറഞ്ഞ ടൊവീനോ പോസ്റ്റ് ഇട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലാവട്ടെ, KC വേണുഗോപാലാവട്ടെ, ഉമാ തോമസ് ആവട്ടെ, അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ VK ശ്രീരാമൻ ഇട്ട പോസ്റ്റൊക്കെ വളരെ ഹൃദയസ്പർശിയായ പോസ്റ്റ് കൂടെയായിരുന്നു. അങ്ങനെ സിനിമാ മേഖലയിൽ നിന്നും എല്ലാവരും കാത്തിരുന്ന ആ ഒരു വാർത്താ ദിനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റംബർ 7-ാം തീയതി മമ്മൂട്ടിയുടെ പിറന്നാളാണ്. പിറന്നാൾ ദിനത്തിൽ മമ്മൂട്ടിയുടെ വീടിന്റെ 1-ാം നിലയിൽ നിന്ന് താഴെ നിൽക്കുന്ന ആരാധകർ കൈ കാണിക്കുകയും അവർക്ക് ഓരോരുത്തർക്കും കേക്ക് വിതരണം ചെയ്യുന്ന എല്ലാ വർഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. സെപ്റ്റംബർ 7 രാവിലെ 12 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ കാണും. അത് വേറെ എന്ത് സിനിമാ തിരക്കുണ്ടെങ്കിലും ആ സമയത്ത് തന്റെ ആരാധകർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്ന ഒരു സമയം കൂടിയാണ് മമ്മൂട്ടിക്ക്. അതുകൊണ്ട് തന്നെ തന്റെ വീട്ടിന്റെ 1-ാം നിലയിൽ നിന്ന് എപ്പോഴും കൈവീശി കാണിക്കുന്ന മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആരാധകർ ഒരുപാട് നാളായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയങ്ങൾ ഇത്തവണ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. സംശയങ്ങൾക്കെല്ലാം തന്നെ കൂടുതൽ ആവേശം നൽകിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ആൻഡ്രൂ ജോസഫിന്റെ പോസ്റ്റ് വരുന്നത്. അതിനുശേഷം എന്തായാലും 7-ാം തീയതി എന്നുള്ള ആ ഒരു കാര്യം കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ തന്നെ സഹോദരിയുടെ മകൻ അഷ്കർ സൗദാൻ നടൻ തന്നെ പറഞ്ഞിട്ടൊരു കാര്യം വരുന്നുണ്ട്. ഒരു പിറന്നാൾ ദിനത്തിൽ ആരാധകർക്ക് ഒരു വലിയ ആവേശമായിട്ട് എത്തുമെന്നുള്ളതാണ്. അതിന് ഒരു കാണാനൊരു കാത്തിരിപ്പ്. തന്റെ ആരാധകർക്ക് മുന്നിലേക്കാണ് നടൻ കൈവീശി കാണിക്കുന്നത്. എല്ലാ വർഷത്തിലും ഈ വർഷവും ഉണ്ടാകുമെന്നുള്ളൊരു സന്തോഷം. തീർച്ചയായും MS ഹരികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും സെപ്റ്റംബർ 7-ലേക്കാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. ഒരു ചെറിയ ഇടവേളയാണെങ്കിലും ആ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക തിരിച്ച് ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ലുക്കുകൾ, അദ്ദേഹം ചില ലൊക്കേഷനിലേക്ക് വരുന്ന ലുക്കുകളൊക്കെ വലിയ ഹിറ്റ് ആകാറുണ്ട്. ഇപ്പോൾ ഹരികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കത്താറുണ്ട്. അപ്പോൾ അങ്ങനെ കത്തിക്കാൻ വേണ്ടി പുതിയ ഏത് ലുക്കിലായിരിക്കും മമ്മൂക്ക എത്തുന്നത് എന്നുള്ളത് ആരാധകരുടെ ആകാംക്ഷയാണ്. അതോടൊപ്പം ഇനി ഇറങ്ങാൻ പോകുന്ന ചിത്രങ്ങൾ, അതിൽ ഏതൊക്കെ കഥാപാത്രങ്ങളെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയും ഒക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം.
മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഭീതി ഇപ്പോഴും ഒഴിഞ്ഞു പോയിട്ടില്ല എന്നതാണ് ആശങ്കാജനകമായ വാർത്ത. അസുഖം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരൻ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ആദ്യ പരിശോധനാ ഫലം നെഗറ്റീവാണ്. വിശദമായ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. കോതമംഗലത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി റമീസിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അച്ഛന്റെയും അമ്മയുടെയും കസ്റ്റഡി അപേക്ഷയും ഇന്ന് പോലീസ് നൽകും. റമീസിനെയും മാതാപിതാക്കളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് നിലവിൽ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. മൂവാറ്റുപുഴ നഗരസഭയിൽ വോട്ട് ചേർക്കൽ ഹിയറിംഗിനിടെ LDF UDF കൗൺസിലർമാർ തമ്മിൽ സംഘർഷം. പരിക്കേറ്റ കൗൺസിലർമാർ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മൂവാറ്റുപുഴ നഗരസഭയിലെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നുള്ളവരെ വോട്ടർമാരായി ചേർക്കാൻ ശ്രമിച്ചത് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണമെന്ന് LDF പറയുന്നു. എന്നാൽ അനാവശ്യമായ കാര്യങ്ങൾ ഉന്നയിച്ച് LDF പ്രവർത്തകർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുകയായിരുന്നുവെന്നാണ് UDFന്റെ ആരോപണം. തർക്കം മൂർത്തതോടെ ഇരുവിഭാഗം പ്രവർത്തകരും നഗരസഭയിൽ തടിച്ചുകൂടി. പിന്നാലെ സംഘർഷമായി. LDF കൗൺസിലർ KG അനിൽകുമാർ, UDF കൗൺസിലർ KK സുബൈർ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഗമമായ രീതിയിൽ ഹിയറിംഗ് നടത്താനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പല വട്ടങ്ങളിൽ അവരോട് പറഞ്ഞതാണ്. അവർ ശാരീരികമായിട്ട് AKG മർദ്ദിച്ചു. ലാസ്റ്റ് ഡിവൈഫൈയുടെ ഫിബിൻ മൂസ ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് എൻ്റെ പെങ്ങളുടെ കുട്ടികൾ പെങ്ങളുടെ കുട്ടികൾ വന്നു. അവരുൾപ്പെടെയുള്ള ആളുകളെ ഉപദ്രവിക്കുകയും അവർ തല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തട്ട് വലിച്ചു കയറുക, തല്ലൊക്കെ ചെയ്തിട്ടുണ്ട് പിള്ളേരെ. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസും എത്തി. UDF പ്രവർത്തകരെ മുൻകരുതൽ എന്ന നിലയിൽ കസ്റ്റഡിയിലെടുത്തു. ഇവരെ കൊണ്ടുപോയ പോലീസ് ജീപ്പ് തടയാൻ LDF പ്രവർത്തകർ ശ്രമിച്ചു. നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കി പോലീസ് ജീപ്പിനെ കടത്തിവിട്ടത്. തുടർന്ന് LDF പ്രവർത്തകർ നഗരസഭയ്ക്ക് പുറത്ത് പ്രതിഷേധ യോഗവും നടത്തി. ന്യൂസ് 18 മൂവാറ്റുപുഴ. ഇടുക്കി കാഞ്ചിയാറിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കാൻ നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചു മാറ്റിയവർ ഇപ്പോൾ ദുരിതത്തിലാണ്. വന നിയമത്തിന്റെയും ആദിവാസി സെറ്റിൽമെന്റിന്റെയും പേരിൽ വീട് നിഷേധിക്കപ്പെട്ട 20-ലധികം കുടുംബങ്ങളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇടുക്കി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മുരിക്കാട്ടുകുടി, കോഴിമല പ്രദേശങ്ങളിലുള്ള 19 കുടുംബങ്ങളാണ് ലൈഫ് ഭവന പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാതെ ദുരിതത്തിലായത്. 4 പതിറ്റാണ്ടിലധികമായി ഇവിടെ താമസിക്കുന്നവരാണ് ഇവർ. 5 വർഷം മുമ്പ് ലൈഫ് ഭവന പദ്ധതിക്കായി ഈ കുടുംബങ്ങൾ അപേക്ഷ നൽകുകയും ഗ്രാമപഞ്ചായത്ത് ഇവർക്ക് വീട് അനുവദിക്കുകയും ചെയ്തു. പലരും നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചുമാറ്റി പുതിയ വീടിന് തറ കിട്ടി. 1-ാം ഘട്ടം പണവും ലഭിച്ചു. എന്നാൽ ഇവരുടെ ഭൂമി സർക്കാർ വക തേക്ക് പ്ലാന്റേഷനിൽ ഉൾപ്പെട്ടതാണെന്ന പേരിൽ തുടർ നടപടികൾ നിർത്തിവെച്ചു. ഫണ്ട് ലഭിക്കാതെ വന്നതോടെ വീട് പണിയും മുടങ്ങി. പഞ്ചായത്ത് ഗ്രാമസഭ കൂടി നമുക്ക് ഗ്രാമസഭ പാസ്സാക്കിയാണ് നമ്മൾ വീടിന് യോഗ്യതയുള്ളതെന്ന് പഞ്ചായത്ത് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തിയതിന് ശേഷം, ഗ്രാമസഭ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് നമുക്ക് വീട് അനുവദിച്ചത്. ഈ വീട് അനുവദിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് NOCയുടെ കാര്യം പറഞ്ഞ് നമുക്ക് ആദ്യത്തെ ഗഡു തന്നതിന് ശേഷമാണ് ഈ NOC വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നത്. 20 വർഷത്തിലധികമായി സ്ഥിരതാമസമുണ്ടെങ്കിൽ വനഭൂമിയാണെങ്കിൽ പോലും ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കാമെന്നാണ് നിയമം. പലർക്കും വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും നിരാക്ഷേപ പത്രം ലഭിക്കുകയും ചെയ്തു. എന്നിട്ടും വീട് നിർമ്മാണം വിവിധ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരുടെ ഉണ്ടായിരുന്ന വീട് പൊളിച്ചുമാറ്റുകയും പുതിയ വീടെന്ന സ്വപ്നം പാഴാകുകയും ചെയ്തു. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ദുരിതത്തിലാണ് ഈ കുടുംബങ്ങൾ. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ കുഴികൾ അടച്ച് നാട്ടുകാർ. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെയാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ കുഴികൾ താൽക്കാലികമായി ക്വാറി വേസ്റ്റും മണ്ണും ഉപയോഗിച്ച് അടച്ചു. രാത്രിയാണ് കുഴികൾ മണ്ണിട്ട് നികത്തിയത്. ഇതോടെ ഗതാഗതക്കുരുക്കിന് ചെറിയ ആശ്വാസമുണ്ടായി. ഇതിനകം 4 തവണ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുഴിയടക്കൽ നടത്തിയിട്ടുണ്ട്. നാട്ടുകാരും വ്യാപാരികളും മോട്ടോർ വാഹന തൊഴിലാളികളും ചേർന്നാണ് രാത്രി ജോലി കഴിഞ്ഞതിന് ശേഷം റോഡിലെത്തി കുഴികളടച്ചത്. അപകടം ഡെയിലി ഉള്ളതാണ്. എല്ലാ കാറും ഓരോ കാറും ഒരു 2-3 ലൈനായിട്ടല്ലേ വണ്ടി വരിക. അപ്പോൾ ഒരു വണ്ടി വന്ന് കുഴി ചാടുമ്പോൾ അടുത്ത വണ്ടി വന്നിട്ട് അതിൻ്റെ പുറകിൽ ഇടിക്കും, അതിൻ്റെ അടുത്ത വണ്ടി ബാക്കിൽ ഇടിക്കും. അങ്ങനെ ഡെയിലി ഒരു 6-7 ആക്സിഡന്റ് ഉണ്ടാവണതാണ്. എല്ലാ ദിവസവും ഉണ്ടാവും. തൊട്ടപ്പുറത്തുള്ള കടക്കാരും ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ടാണ് ഇപ്പം അതിൽ നമ്മൾ മെറ്റലും അപ്പുറത്ത് മണ്ണും വേസ്റ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ മുതലേ ബ്ലോക്കാണ്. പ്രത്യേകിച്ച് ഈ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ രാവിലെ
സമയത്തിന് എത്താൻ പറ്റില്ല. മടങ്ങി ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം ജോലി 5 മണി കഴിഞ്ഞ് പോകുമ്പോൾ നാട്ടിലേക്ക് എത്തുമ്പോൾ 7-8 മണി എത്തണം. 4 പ്രാവശ്യമാണ് ഞങ്ങളിപ്പോൾ ഈ മണ്ണിട്ടത്. ഒരു കുഴിയടക്കം ഇവരെ കൊണ്ട് കഴിയണില്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാ തീറ്റിപ്പോറ്റണെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പറയാനുള്ളത് ഇവിടെ എല്ലാവർക്കും പറയാനുള്ളത് അതാണ്. ഈ 2 കുഴി അടച്ചാൽ തന്നെ ഇവിടുത്തെ ഒരുവിധ ബ്ലോക്ക് തീരാവുന്നതാണ്. മേൽപ്പാലത്തോട് ചേർന്നുള്ള 70 മീറ്ററോളം ഭാഗത്ത് മുൻപ് 2 ആഴ്ചയോളം റോഡ് അടച്ചിട്ട് കട്ട വിരിച്ചിരുന്നു. ഈ സമയത്ത് തന്നെ മേൽപ്പാലത്തിലെ കുഴികളും അടയ്ക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ ഇതിനുള്ള അനുമതി ആയിട്ടില്ല എന്നായിരുന്നു അധികൃതർ അറിയിച്ചത്. അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ജനം നട്ടം തിരിയുകയാണ്. അടച്ച കുഴികൾ വീണ്ടും തുറക്കുമ്പോഴും അധികൃതർ നവീകരണത്തിന് വഴിയുണ്ടാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മലപ്പുറം. കൊല്ലം അഷ്ടമംഗലം മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ ധ്വജ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി ധ്വജവൃക്ഷങ്ങളുടെ തൈലാധിവാസം നടത്തി. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രപന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ എണ്ണത്തോണിയിൽ എണ്ണ നിക്ഷേപിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഒത്തുകൂടിയത്. കഴിഞ്ഞ മാസം 29-ന് എണ്ണക്കാച്ചൽ ചടങ്ങുകൾ ആചാരവിധി പ്രകാരം നടന്നിരുന്നു. 1650 ലിറ്റർ ശുദ്ധമായ എള്ളെണ്ണയും 65-ൽ പരം ഔഷധാങ്ങാടിക്കൂട്ടുകളും ചേർത്ത് ആചാര്യന്മാർ തയ്യാറാക്കിയ തൈലത്തോണിയിലേക്കാണ് ധ്വജവൃക്ഷങ്ങളെ കിടത്തിയത്. ഭക്തജനങ്ങളും എള്ളെണ്ണ സമർപ്പിച്ചിരുന്നു. ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ, തുടക്കം മുതൽ എത്താൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അങ്ങനെ ഒരു അവസരം തന്ന ഈ ദേവസ്വം ബോർഡിനോട് വളരെ നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറയുന്നത്, ഒരു ക്ഷേത്രത്തിലെ ദേവന്റെയും ദേവിയുടെയും ആത്മാംശം ഉൾക്കൊണ്ട ഒന്നാണ് കൊടിമരം. ആ കൊടിമരത്തിന്റെ പ്രതിഷ്ഠ നടക്കുക എന്ന് പറയുന്നത് ആ നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തേക്കുമരങ്ങളാണ് ധ്വജവൃക്ഷങ്ങളായി ഉപയോഗിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് മരങ്ങൾ കണ്ടെത്തിയത്. സപ്തതി കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാടിന്റെ മേൽനോട്ടത്തിലാണ് ധ്വജവൃക്ഷങ്ങൾ രൂപപ്പെടുത്തുന്നത്. ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്തജന പങ്കാളിത്തത്തോടെയാണ് നേരിട്ടാണ് ഈ വർഷത്തെ ഈ കൊടിമരം നിർമ്മിക്കുന്നത്. അതിന്റെ രണ്ടാം ഘട്ടമായ തൈലാധിവാസം കഴിഞ്ഞു. ഇനി അടുത്ത ചെമ്പ് പറയും മറ്റു കാര്യങ്ങളും അതിന്റെ പണികളും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. രാവിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നവാഹവും പ്രത്യേക പൂജകളും നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുനലൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് വിനോദ് കുമാർ, അഷ്ടമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസർ ഡി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ബി ജ്യോതിനാഥ്, എസ് അരുൺകുമാർ, MR വിനോദ്, ബിപിൻ, കെ പ്രഭ, അനന്തകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 കൊല്ലം. കായംകുളം നഗരസഭാ പരിധിയിലെ വേസ്റ്റ് പ്രതിസന്ധിക്ക് അങ്ങനെ പരിഹാരമായിരിക്കുകയാണ്. വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന 4 ടൺ വേസ്റ്റുകൾ ശേഖരിച്ചു. തൂക്കമനുസരിച്ച് ചെറിയ തുക കൂടി നൽകിയതിനാൽ പൊതുജനങ്ങളും ഹാപ്പി. ചെറിയ വില നൽകിയാണ് വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് സാധനങ്ങൾ ശേഖരിച്ചത്. TV, മിക്സി, ഫാനുകൾ, തേപ്പുപെട്ടി, കമ്പ്യൂട്ടർ, എമർജൻസി എന്നിവ ഇതിൽപ്പെടും. ഓരോ സാധനത്തിന്റെയും തൂക്കമനുസരിച്ചാണ് വില. ആകെ 92,000 രൂപയാണ് മാലിന്യം ശേഖരിച്ചതിന് ഹരിതകർമ്മസേനയ്ക്ക് ചെലവായത്. ആക്രിക്കാരെടുക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന സാധനം മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം തോട്ടിലും റോഡിലും അയ്യങ്ങളിലും ഒക്കെ കളയാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങളെടുത്ത് കൊടുക്കുമ്പോൾ ഈ മുഴുവൻ സാധനവും ഇവിടുന്ന് ക്ലീൻ കേരള കമ്പനി കൊണ്ടുപോവുകയാണ് ഇങ്ങോട്ട് കാഴ്ച തന്നിട്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഗുണഭോക്താക്കൾക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയൊരു കാൽവയ്പാണ് ഈ മാലിന്യ സംസ്കരണ രംഗത്ത്, വലിയൊരു കാൽവയ്പാണ് ഇവിടെ ഇപ്പം കായംകുളം നഗരസഭ നടത്തിയിട്ടുള്ളത്. ശേഖരിച്ച ഇലക്ട്രോണിക്സ് മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് നൽകി. കമ്പനി ഇതിന് ഹരിതകർമ്മസേനയ്ക്ക് പണം നൽകും. ഇലക്ട്രോണിക്സ് മാലിന്യം വിൽക്കുമ്പോൾ ലഭിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതമാണ് അവർക്ക് ലഭിക്കുക. എല്ലാ വർഷവും സമാനമായി വീടുകളിൽ നിന്ന് ഇലക്ട്രോണിക്സ് മാലിന്യം ശേഖരിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ നഗരത്തിൽ വേസ്റ്റ് ഉപേക്ഷിക്കുന്നതിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ക്ലീൻ കേരള കമ്പനി ഈ മാലിന്യങ്ങൾ സുരക്ഷിതമായി അതായത് പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് ഇത് സുരക്ഷിതമായി കൈയൊഴിയുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ മറ്റ് സ്ക്രാപ്പ് ഡീലേഴ്സിന്, ആക്രി കച്ചവടക്കാർക്ക് നമ്മൾ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അവർ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളവ തോട്ടിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും വലിച്ചെറിയുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളതും കായംകുളം നഗരസഭ ഇത് നടപ്പാക്കിയിട്ടുള്ളതും. ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ തൂക്കി നോക്കിയാണ് വീട്ടുകാർക്ക് വില നൽകുന്നത്. കിലോഗ്രാമിന് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയ്ക്ക് 16 രൂപയും മിക്സിക്ക് 32, സീലിംഗ് ഫാനിന് 41, ടേബിൾ ഫാൻ 30, ലാപ്ടോപ്പ് 104, CPU 58, മോട്ടറിന് 46, സെൽഫോൺ 115, ഹാർഡ് ഡിസ്ക് 127 എന്നിങ്ങനെയാണ് വീട്ടുകാർക്ക് നൽകുന്ന റേറ്റ്. CFL, ട്യൂബ് ലൈറ്റ് എന്നിവ ശേഖരിക്കുമെങ്കിലും ഇവയ്ക്ക് പണം നൽകില്ല.
ചെറിയ ഒരു തുക വീട്ടുകാർക്ക് നൽകുന്നതിനാൽ എല്ലാവരും സഹകരിക്കുന്നുണ്ടെന്നാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ പറയുന്നത്. ന്യൂസ് 18 കായംകുളം. എറണാകുളം കോതമംഗലത്ത് ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ തുരത്തി വനംവകുപ്പ്. പുന്നേക്കാട് തട്ടേക്കാട് റോഡിന് സമീപം കളപ്പാറ ഭാഗത്താണ് ആനകൾ കൂട്ടമായി എത്തിയത്. കളപ്പുറ തെക്കുമ്മേൽ കോളനിക്ക് സമീപം കണ്ട ആനക്കൂട്ടത്തെ വനപാലകരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ഉൾവനത്തിലേക്ക് തുരത്തി. 3 ആനകളാണ് ഉണ്ടായിരുന്നത്. പടക്കം പൊട്ടിച്ച് ഇവയെ ഉൾവനത്തിലേക്ക് തുരത്തുകയായിരുന്നു. വാച്ചർമാരുടെയും ആറാട്ട് ടീമിന്റെയും വാർഡ് മെമ്പർമാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അവരുടെ സഹായത്തോടുകൂടി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ ആനയെ ഓടിച്ച് ഉൾക്കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. 3 ആന ഉണ്ടായിരുന്നു. 3 ആന റോഡ് ക്രോസ് ചെയ്ത് ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ട്. രാത്രിയും പകലും ആനപ്പേടിയിലാണ് ജനങ്ങൾ. ശാശ്വത പരിഹാരമാണ് പ്രദേശവാസികളുടെ ആവശ്യം. നമുക്ക് രാത്രിയും അതുപോലെ തന്നെ പകലും ഒരുപോലെ തന്നെ ആനശല്യം രൂക്ഷമായി തുടരുകയാണ്. പക്ഷേ ഇതുവരെയായിട്ട് ഒരു പ്രതിവിധി നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. ആനശല്യം ഓരോ ദിവസവും ദൈനംദിനം വർദ്ധിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ട് ഈ ആനകള് ജനവാസ മേഖല ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ആറാട്ടി നമ്മുടെ വൈസ് പ്രസിഡന്റ് ബീന റോജ അടക്കമുള്ള ആളുകളുടെ നമുക്ക് സന്നിധരാണ്. നമ്മൾ ആനയെ ഇപ്പോൾ നിലവിൽ അവിടുന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഓടിച്ച് നമ്മൾ കടത്തിയിരിക്കുകയാണ്. ഇനി വീണ്ടും നമ്മുടെ പുഴച്ചാൽ വരെ ഓടിച്ചെത്തണം. എന്നാൽ മാത്രമേ ആനയുടെ ശല്യം നമുക്ക് ഒഴിവാക്കുകയുള്ളൂ. ആനശല്യം അതിരൂക്ഷമാണ്. ഫെൻസിങ്ങിന്റെ പണികളും തീർന്നിട്ടില്ല. ഇത് രൂക്ഷമായി തുടരുമ്പോൾ അടിയന്തരമായ നടപടികൾ വനംവകുപ്പ് എടുത്തില്ലെങ്കിൽ ജനങ്ങൾ കൂടെ വസിക്കാൻ പാടില്ലാത്ത ഒരു അവസ്ഥയാണ്. ന്യൂസ് 18 കോതമംഗലം. വടക്കൻ കേരളത്തിൽ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ആടിമാസ തെയ്യങ്ങൾ സംഗമിച്ച് ആടിയ ശേഷമാണ് ആചാരപൂർവ്വം മൊഴി ചൊല്ലിയത്. ചിങ്ങം പിറന്നതോടെ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാനാണ് കർക്കിടക തെയ്യങ്ങൾ ഗൃഹസന്ദർശനം നടത്തുന്നത്. അള്ളട സ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ മടിയൻകുലോത്ത് ആടിമാസ തെയ്യങ്ങൾ സംഗമിച്ചു. ക്ഷേത്രനടയിൽ ആടിയ ശേഷം തെയ്യങ്ങൾ തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെടും. ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചാണ് ചടങ്ങ് നടന്നത്. സാധാരണ തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ കുട്ടികളാണ് തെയ്യം കെട്ടിയാടുന്നത്. ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം ഈ കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും. പാർവതിയും പരമേശ്വരനുമാണ് കുട്ടിത്തെയ്യങ്ങളുടെ അടിസ്ഥാനം. കോലധാരികളുടെ വീടുകളിൽ നിന്നും തെയ്യത്തിന്റെ ആടയാഭരണങ്ങളും വേഷങ്ങളും അണിഞ്ഞ ശേഷം 3 കുട്ടിത്തെയ്യങ്ങളും മടിയൻകുലോം ക്ഷേത്രനടയിലെത്തും. ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ തിരിതെളിച്ചു വരവേൽക്കും. തെയ്യങ്ങൾ ഭണ്ഡാരക്കാഴ്ച കണ്ട് മഞ്ഞക്കുറി തൊട്ട് അധികാരികളുടെ അനുവാദം ചോദിച്ച ശേഷം ക്ഷേത്രനടയിൽ നിന്നും ചുവടുവച്ചു. ആടിയും വേടനും ക്ഷേത്രനടയിലും ഗളിഞ്ചൻ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തുമാണ് കെട്ടിയാടിയത്. പിന്നീട് 3 കുട്ടിത്തെയ്യങ്ങളും ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം ദേശാധിപനായ ക്ഷേത്രപാലകനെയും കാളരാത്രിയമ്മയെയും നടയിൽ ഭഗവതിയെയും മറ്റു ഉപദൈവങ്ങളെയും കണ്ട് വന്ദിച്ച് ചുറ്റുമുള്ള തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെട്ടു. ശൈവനും പാർവതിയും അർജുനനും അങ്ങനെ 3 ആടിവേടന്മാരെന്ന് പറയും. അങ്ങനെ 3 തെയ്യങ്ങൾ ഒന്നിച്ച് മടിയൻകുലോത്ത് ആടിയിട്ട് ബാക്കി എല്ലാ വീടുകളിലേക്കും ആദിയും വ്യാധിയും തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇതുവരെയുള്ള കാലക്കേടുകളെല്ലാം തീർത്ത് അവർക്ക് പുതിയൊരു ചിങ്ങത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഐശ്വര്യങ്ങളും സമൃദ്ധിയും ആയുസ്സും അതുപോലെ സമ്പത്തും കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതെന്നാണ് ഐതിഹ്യം. വീടുകളിൽ മഞ്ഞൾ, ചുണ്ണാമ്പ്, ഭസ്മം എന്നിവ കൊണ്ട് തയ്യാറാക്കിയ ഗുരുശി ഒഴിഞ്ഞ് കുട്ടിത്തെയ്യങ്ങളെ വരവേൽക്കും. ഗുരുശി വെള്ളം മുറ്റത്ത് കത്തിച്ചുവെച്ച തിരിക്ക് ചുറ്റും ഒഴുക്കുന്നതോടെ ദോഷങ്ങൾ പടിയിറങ്ങുമെന്നാണ് വിശ്വാസം. വീടുകളിലെയും തറവാടുകളിലെയും മുറ്റത്താടിയ തെയ്യങ്ങൾക്ക് കാണിക്കയും സമർപ്പിക്കും. തെയ്യം കലാകാരന്മാർക്ക് ഉപജീവനമാർഗമില്ലാത്ത കർക്കിടകത്തിൽ ദാരിദ്ര്യമകറ്റാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു പണ്ടുകാലത്ത് കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരം. വീടുകളിലെത്തുന്ന തെയ്യത്തിന് ദക്ഷിണയായി പണവും നെല്ലും തേങ്ങയും വെള്ളരിക്കയും നൽകും. വടക്കൻ കേരളത്തിൽ ചിങ്ങമാസ സംക്രമം വരെ ഇനി വീടുകളിലും തറവാട്ടുകളിലും മുറ്റത്ത് പൂക്കളം തീർക്കും. ന്യൂസ് 18 കാസർഗോഡ്. ലോകോത്തര റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സാങ്കേതിക വിദ്യ ഇന്ത്യൻ വിപണിയിൽ വ്യാപകമാക്കുന്നതിന് തിരുവനന്തപുരം ആസ്ഥാനമായ ആഡ്ടെക് സിസ്റ്റംസും
ജർമ്മൻ കമ്പനിയായ സിസ്പ്രോയും കൈകോർക്കുന്നു. സിസ്പ്രോയുടെ RFID സാങ്കേതിക വിദ്യ ആഡ്ടെക്കിന് ലഭ്യമാക്കുന്നതാണ് ധാരണ. ആഡ്ടെക്കിന്റെ മാനേജിംഗ് ഡയറക്ടർ MR സുബ്രഹ്മണ്യനും സിസ്പ്രോയുടെ ചീഫ് സെയിൽസ് ഓഫീസർ തോമസ് റാഫ്ലറും തമ്മിൽ ഇതിനുള്ള കരാർ ഒപ്പിട്ടു. അപ്പോൾ ഇനി നമ്മളുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് ഇനി രാവിലെ കടക്കാൻ പോകുന്നത്, സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക്. അപ്പോൾ സ്പെഷ്യൽ ഡേയിൽ ആരൊക്കെയാണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ ന്യൂസ് 18നോടൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. അഞ്ചൽ മണ്ണൂർ ജെറോം ഷാരോണിന്റെ ജന്മദിനമാണ് ഇന്ന്. ആശംസകളുമായി ചേരുന്നത് പപ്പ ഷാരോൺ, അമ്മ ആഷ്ലി, സഹോദരി വൈഗ എന്നിവരാണ്. അപ്പോൾ ജെറോമിന് എല്ലാവിധ ആശംസകളും ന്യൂസ് 18 കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ ജെറോം. ഒന്നാം ജന്മദിനം ആഘോഷിക്കുന്ന മണ്ണാർക്കാടുള്ള മുഹമ്മദ് സയാന് ആശംസകൾ നേരുകയാണ് പിതാവ് റിയാസും മാതാവ് ഷിഫാനയും മറ്റ് കുടുംബാംഗങ്ങളും. അപ്പോൾ മുഹമ്മദ് മോന് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ് എത്തും.